പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഞാനൊരു യാഥാസ്ഥിതിക പുരാതന കുടുംബത്തിലാണ്. വീട്ടിൽ പലപ്പോഴും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ പതിവാണ്. എൻ്റെ വല്യമ്മ, ഉപ്പ, ഇങ്ങനെ പല ആളുകളും മരണപ്പെട്ടു. അതിലൊരുപാട് ബിദഅത്തായ കാര്യങ്ങളും നടക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ അനുഭവത്തിലുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും മരിക്കാനുള്ളവരാണ്. ഞാനും മരിക്കും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശേഷക്രിയകൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായി ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പുസ്തകത്തിൽ എഴുതി വെക്കേണ്ടതുണ്ട്. കാരണം മരണശേഷം എല്ലാ കാര്യങ്ങളും അവർ എൻ്റെ പേരിലാണല്ലോ ചെയ്യുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി, ബിദ്അത്ത് എൻ്റെ ശേഷക്രിയയിൽ വരാതിരിക്കാൻ വേണ്ടി ഒരു വസിയത്ത് എന്ന നിലയിൽ ഒരു പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ട് മരണശേഷം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ ഒരു ലഘു വിശദീകരണം പ്രതീക്ഷിക്കുന്നു എന്നാണ് ഒരു സഹോദരൻ അലിജാബയിലേക്ക് എഴുതി അയച്ചിരിക്കുന്നത്. സുഹൃത്ത്, മയ്യിത്ത് സംസ്കരണം, അതുമായി ബന്ധപ്പെട്ട അറിയപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിക്കേണ്ടതാണ്. എന്നിരുന്നാലും പൊതുവെ സമൂഹത്തിൽ കാണുന്ന ചില ആചാരങ്ങൾ, ചീത്ത സമ്പ്രദായങ്ങളുണ്ട്. അത് കേരളത്തിൻ്റെ ഒരു ഭാഗത്തുള്ള ആചാരമായിരിക്കില്ല മറ്റൊരു ഭാഗത്തുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് അതിൻ്റെ യഥാർത്ഥ വശം എന്ത് എന്ന് നമ്മൾ പഠിക്കണം എന്ന് സൂചിപ്പിച്ചത്. അത്തരത്തിൽ വിരോധിക്കപ്പെട്ട ചില കാര്യങ്ങളാണ്. ഒന്ന്, മയ്യിത്തിൻ്റെ മേൽ അലമുറയിട്ട് കരയൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്നാനി മിനന്നാസി ഹുമാ ബിഹിം കുഫർ അത്താനു ഫിന്നസബി വന്നിയാഹത്തു അലൽ മയ്യിത്ത്. രണ്ട് കാര്യങ്ങൾ അത് അവരിലുള്ള കുഫറാണ് എന്ന് പറഞ്ഞാൽ നന്ദികേടാണ്. ഒന്ന്, പരമ്പരയെ കുത്തിപ്പറയുക, തറവാട് കുത്തിപ്പറയുക. മറ്റൊന്ന്, മയ്യിത്തിൻ്റെ മേൽ ആർത്തട്ടഹസിച്ച് കരയുക. മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ മേൽ ആളുകളൊക്കെ ആർത്തട്ടഹസിച്ച് അലമുറയിടുമെന്ന് ബോധ്യമാണ് എങ്കിൽ അത് പാടില്ല എന്ന് മുൻകൂട്ടി തന്നെ ആളുകളെ അറിയിക്കലും വസിയത്ത് ചെയ്യലും നിർബന്ധമാണ്. ഇനി ദുഃഖാചരണം എന്നുള്ള നിലയിൽ ഭർത്താവ് മരിച്ചതിൻ്റെ കാരണത്താൽ ഭാര്യയ്ക്ക് ദീക്ഷയാചരിക്കണം. അതുതന്നെയും ഒരു പ്രത്യേകമായ വസ്ത്രത്തിലോ മറ്റുമൊന്നുമല്ല. ഭാര്യ ഭർത്താവ് മരിച്ച ഉടനെ തന്നെ അവരെ കുളിപ്പിച്ച് വെള്ളവസ്ത്രത്തിൽ പുതച്ച് റൂമിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്ന ഒരു സമ്പ്രദായം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള എന്ത് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. 4 മാസവും 10 ദിവസവും അറബി മാസം അവർ വേഷഭൂഷാദികൾ അഥവാ അലങ്കാരത്തിൻ്റെ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ധരിക്കുവാൻ പാടില്ല. ആവശ്യമില്ലാതെ പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ കഴിഞ്ഞുകൂടുക. അതേപോലെ തന്നെ മരിച്ചതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ നേതാവാണ് എങ്കിൽ കറുത്ത വസ്ത്രം ധരിക്കുകയും കൊടി പറത്തുകയും അതിൻ്റെ പേരിൽ ഇങ്ങനെ നാട്ടിൽ നിലനിൽക്കുന്ന ദുഃഖാചരണ പ്രകടനങ്ങൾ അത് ഉണ്ടാവരുത് എന്നറിയിക്കുക. നാട്ടിൽ കണ്ടുവരുന്ന ചില വിളിച്ചു പറയലുകൾ, മയ്യിത്തുമായി മരണപ്പെട്ട വ്യക്തി അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളും അല്ലെങ്കിൽ മരിച്ചു എന്ന് വീടാന്തരം കേൾക്കുന്ന രൂപത്തിൽ പണ്ട് ജാഹിലിയത്തിലുണ്ടായിരുന്ന പോലെ അനൗൺസ്മെൻറ്റുകളും ഒഴിവാക്കണം. മയ്യിത്തിനു വേണ്ടി സൂറത്ത് യാസീനോ അല്ലെങ്കിൽ ഖത്തപ്പുരയോ ഉണ്ടാക്കി ഖുർആൻ ഓതുക. മയ്യിത്ത് കുളിപ്പിക്കുന്ന വേളയിൽ മയ്യിത്തിൻ്റെ നഗ്നത കാണുന്ന വിധം കുളിപ്പിക്കുക. അതേപോലെ തന്നെ ഉച്ചത്തിൽ ഇസ്തിഗ്ഫാറുകളും തഹ്ലീലുകളും ചൊല്ലുക. മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റുകൾ ചൊല്ലുക. മരണപ്പെട്ട് ഖബറടക്കുന്ന വേളയിൽ തൽഖീൻ ഓതുക. ഖബറ് കെട്ടിപ്പൊക്കുക. അതേപോലെ തന്നെ ഒരു കുടുംബത്തിലുള്ള വ്യക്തികളെ ഒരു പ്രത്യേക മക്ബറക്കുള്ളിൽ മാത്രം ഖബറടക്കുക. ഖബറിന്മേൽ ഇരിക്കുക. അകാരണമായി മയ്യിത്ത് ഖബറടക്കുവാനും മയ്യിത്ത് സംസ്കരണവും വൈകിപ്പിക്കുക. സംഗീത ഉപകരണങ്ങളും വാദ്യ ഉപകരണങ്ങളുമായി മയ്യിത്തിനെ അനുഗമിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ അനിസ്ലാമികമായി പല സ്ഥലങ്ങളിൽ പലപ്പോഴും നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയും പരിപൂർണമായി ഒഴിവാക്കണം എന്ന് രേഖപ്പെടുത്തുകയും വസിയത്ത് നടത്തുകയും ചെയ്യുക. എന്നിട്ട് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന്
അവരെ പഠിപ്പിച്ചു കൊടുക്കുകയുമാണ് വേണ്ടത്. ഇതാണ് സുഹൃത്തിനോട് സൂചിപ്പിക്കാനുള്ളത്. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. Peace Radio. Tune to reality.